മുൻപേ ഇതൊക്കെ കണ്ടറിഞ്ഞ് പെരുമാറേണ്ടതായിരുന്നു. അന്ന് അത് ചെയ്തില്ല. അതാ ഇന്ന് എന്റെ കയ്യിൽ ഒതുങ്ങാതെ ഇതൊക്കെ വഴുതി കളിക്കുന്നത്. സംഖ്യ അങ്ങ് ഏൽപ്പിക്കേ വേണ്ടി വന്നുള്ളൂ. അവനാ മുമ്പിലിറങ്ങിയത്. ഇറങ്ങിക്കോട്ടെ, എനിക്കെന്താ? ഞാനത് അമ്മിണിയുടെ പേരിൽ എഴുതും. അവൾക്കും വേണമല്ലോ ഒരു കല്യാണം. ദാരിദ്ര്യം പറഞ്ഞ് എനിക്ക് ഇങ്ങോട്ട് വേല വെച്ചാ തിരിച്ച് അങ്ങോട്ട് വേല വെക്കാനും എനിക്ക് കഴിയും. എന്താ അങ്ങേക്ക് സംശയമുണ്ടോ? ഇല്ല. അതൊന്ന് മൂത്തോക്കി പറയൂ. ഇല്ല. ആ, എന്റെ അച്ഛൻ എന്നെ പോലെ തന്നെ ഒരു പാവായിരുന്നു. അച്ഛൻ സമ്പാദിച്ചത് ആ വീടും പറമ്പും. അമ്മ മരിച്ചപ്പോ ആ തള്ള അച്ഛനെ വശീകരിച്ചു. എന്തിനാ പാവ അമ്മയെ പറ്റി അനാവശ്യം പറയുന്നത്? അനാവശ്യമല്ലടി, പരമാർത്ഥ. വശീകരണ ഭസ്മം പാലിലരച്ചു കൊടുക്കുന്നത് ഞാൻ എന്റെ കണ്ണുകൊണ്ട് കണ്ടതാ. ഒരു കാര്യം ഓർത്തോ, ആണായിട്ടും പെണ്ണായിട്ടും ഞാൻ ഒറ്റ വിത്ത് എറിഞ്ഞിട്ടുള്ളൂ. അത് പെണ്ണായിട്ട് മുളയ്ക്കുകയും ചെയ്തു. അവളാ ഇപ്പൊ എന്റെ നേരെ യുദ്ധം ചെയ്യാൻ ഒരു ഉണക്കപ്രായമായിട്ട് വന്നിരിക്കുന്നത്. പിന്നെ എന്തിനാ ചെറുപ്പം മുതലേ കുട്ടിയേട്ടൻ എന്റെ ആണെന്ന് അച്ഛൻ പറഞ്ഞത്? ഞങ്ങളോട് ആരും അന്നെന്തേ കാണണ്ട, മിണ്ടണ്ട, സ്നേഹിക്കണ്ടെന്നൊന്നും പറയായിരുന്നത്? ഇനി പറഞ്ഞിട്ട് കാര്യമില്ല. എനിക്ക് കുട്ടിയേട്ടൻ ജീവനാ. ചെറുപ്പത്തിൽ നിന്റേതാണെന്ന് പറഞ്ഞ അച്ഛൻ നിനക്ക് ഒരു ഓട്ടമുക്കാൽ തന്നിട്ടുണ്ട്. നീ ഇപ്പോഴത് കെട്ടിപ്പിടിച്ച് നടക്കടി. വേലായുധം കുട്ടിയേട്ടൻ എന്തായാലും ഒരു ഓട്ടമുക്കാലൊന്നും അല്ലല്ലോ. എനിക്ക് ഇവിടെ നിങ്ങളുടെ അരിച്ചരിച്ചും മതി, നീ അപ്പുറത്തെങ്ങാനും പോ. വളർന്ന് ഒരു കൊള്ളി ബിസ്കിന്റെ വലിപ്പമായുള്ളൂ. വർത്താനം കേട്ടാത്തൊന്നും ഉണ്ണിയാർച്ചയാണ്. നിന്റെ വളർത്തലിന്റെ ദോഷ. ഒന്നും പഠിക്കണ്ട, ഒരു പരീക്ഷയും പാസ്സാവണ്ട. എപ്പോ നോക്കിയാലും ഒടുക്കത്തെ ഒരു കുട്ടിയേട്ടൻ. അവനൊന്ന് ചത്തു കിട്ടിയ എനിക്കൊരിത്തിരി സമാധാനായി. ഈ അച്ഛൻ എത്ര പറഞ്ഞാലും മനസ്സിലാവില്ല. ഒന്നും സാരമില്ല മോളെ, ഒക്കെ ശരിയാകും. ഞാൻ വേലായുധം കുട്ടി ഒന്ന് കാണട്ടെ. പിന്നെന്തിനെല്ലാവരും കൂടെ എന്നെ മോഹിപ്പിച്ച്? ഞങ്ങൾ ജനിക്കുന്നതിന് മുമ്പ് എല്ലാവർക്കും തല്ലി പിരിഞ്ഞുകൂടായിരുന്നു. നീ ഒന്ന് ചിണുങ്ങായിരിക്കുന്നുണ്ടോ? ചിണുങ്ങാൻ മാത്രം ഇപ്പൊ ഇവിടെ എന്താ ഉണ്ടായത്? കടം വാങ്ങിയാൽ ആരും തിരിച്ചു ചോദിക്കും. നിന്റെ അച്ഛൻ പറഞ്ഞാലും കാര്യമുണ്ട്. അയ്യോ, ക്ലാസ്സിലെത്താൻ വൈകി. ഞങ്ങൾക്കിപ്പോ മലയാളം ക്ലാസ് എടുക്കുന്നത് കുട്ടിയേട്ടനാ. കൊച്ചു കൊച്ചു സ്വപ്നങ്ങൾ കണ്ടാണ് അവർ വളർന്നത്. അപ്പോഴൊക്കെയും സ്നേഹത്തിന്റെ സൂചിമുനകൾ അവന്റെ ഹൃദയത്തിലേക്ക് ഏറ്റുവാങ്ങിയിരുന്നു. അവനൊരു കൊച്ച് അല്ല, ഇടത്തരം കളി വീടുണ്ടായിരുന്നു. അതവൻ പണയം വെച്ചു. തിരിച്ചടയ്ക്കാൻ കഴിവില്ലാതെ അവൻ ആ സുവർണഗ്രഹം കടക്കാരന് തന്നെ തിരിച്ചു നൽകേണ്ടി വന്നു. എങ്ങനെ യാത്ര പറയണം എന്നവൻ അറിയില്ലായിരുന്നു. എങ്കിലും അവൾ വരുമെന്ന് തന്നെ അവൻ കരുതി. പക്ഷെ വന്നില്ല. അവൾക്ക് വരാൻ കഴിഞ്ഞില്ല. അവൾ അപ്പോൾ അകലെ അകലെ അവളുടെ അച്ഛന്റെ തടവുകാരിയായിരുന്നു. ആ കണ്ണീരല്ല ഒരു സ്ത്രീ പുറത്തു കാണിക്കേണ്ടത്, എന്തും നേരിടാനുള്ള ശക്തിയാണ്. വീട് മാറുമ്പോ കാണാതിരുന്നതിന് നായകൻ അവക്ക് മാപ്പ് കൊടുക്കും മാഷേ? തീർച്ച പറയാൻ പറ്റില്ല. അതിനി അവളുടെ സ്നേഹത്തിന്റെ ശക്തി പോലെ ഇരിക്കും. സ്ത്രീക്ക് ഒരിക്കലും സ്വാതന്ത്ര്യം ഉണ്ടാവില്ലേ മാഷേ? ഉണ്ടാവും. കാര്യങ്ങൾ വിചാരിച്ച പോലെ മുന്നോട്ട് പോയാൽ ഏറി വന്നാൽ ഒരു 6 മാസം, അതിനുള്ളിൽ എന്തായാലും അവൾ സ്വാതന്ത്ര്യം നേടിയെടുക്കുക തന്നെ ചെയ്യും.